നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കോവയ്ക്ക തൈര് കറിയാണ്. കോവയ്ക്ക നൈസായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് 1 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ളതാണെങ്കിൽ കുറച്ചിട്ടാൽ മതി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്യണേ. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മളത് മാറ്റി വയ്ക്കുക. ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഈ അരിഞ്ഞ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കോവയ്ക്ക കഷ്ണങ്ങളും ആഡ് ചെയ്യുക. അതിലേക്ക് വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ ഓവറായിട്ട് വറുക്കരുത്, മീഡിയം വറവിലാക്കിയിട്ട് എടുക്കുക. നല്ല ക്രിസ്പി ആയിരിക്കും. ആവശ്യത്തിന് തൈര് എടുക്കണം. തൈരാണ് നമ്മുടെ കറിയുടെ ക്വാണ്ടിറ്റി കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ ഏതാണോ പുളിയില്ലാത്ത തൈര്, ആ തൈര് എടുത്തതിന് ശേഷം നന്നായിട്ട് ഹാൻഡ് ബ്ലെൻഡർ കൊണ്ട് അടിച്ച് അതിൻ്റെ കട്ടയൊക്കെ മാറ്റി നല്ല സ്മൂത്താക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കോവയ്ക്ക എല്ലാം തന്നെ അതിലേക്ക് ആഡ് ചെയ്ത്, അതിൽ വെളിച്ചെണ്ണ ഉള്ളതും എല്ലാം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം, ഈ തൈരിലേക്ക്. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുള്ളൂ നമുക്ക്. അതിന് ശേഷം ഇത് ഫുൾ ആഡ് ചെയ്ത് ഒന്നെങ്കിൽ തവി ഉപയോഗിച്ച് നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് നമ്മൾ തിരുമ്മി യോജിപ്പിക്കാം. അപ്പോൾ ഓരോ കറി ഈ ലുക്കിലാണ് വരിക. കറി അടിപൊളിയാണ്, വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.